ഖുർആൻ കേട്ടുകൊണ്ട് കഴിയുന്ന മക്കളായി ഇന്നത്തെ തലമുറ മാറുന്നുണ്ടോ? ഖുർആനിനെ വലിച്ചെറിഞ്ഞവരല്ലയോ? ഖുർആനിനെ കാറ്റിൽ പറത്തിയവരല്ലയോ? ഖുർആനുമായി ബന്ധമില്ലാത്തതായ സമൂഹമായി ഇന്നത്തെ തലമുറ മാറിയില്ലയോ? അല്ലാഹുവിന്റെ റസൂല് പറയുകയാണ്, സ്വഹാബ, പരിശുദ്ധമാക്കപ്പെട്ട റജബ് മാസം, റജബുൻ ശഹ്റുൽ ഇസ്തിഗ്ഫാർ, ഇസ്തിഗ്ഫാറിന്റെ മാസമാണ്. ധാരാളം ഇസ്തിഗ്ഫാർ അധികരിപ്പിച്ചുകൊണ്ട് ചെയ്തു പോയിട്ടുള്ള തെറ്റുകുറ്റങ്ങൾ ഏറ്റുപറഞ്ഞുകൊണ്ട് ഹൃദയത്തെ ശുദ്ധികലശം നടത്തിക്കൊണ്ട് അല്ലാഹുവിലേക്ക് മടങ്ങേണ്ട മാസമാണ് പരിശുദ്ധമായ റജബ് മാസം. തീർന്നില്ല. പരിശുദ്ധമായ ശഅബാൻ മാസം, അത് എൻ്റെ മാസമാണ്. നബി തങ്ങൾ പറഞ്ഞു, വശഅബാനു ശഹരി, എനിക്ക് ധാരാളം അനുഗ്രഹങ്ങൾ കിട്ടിയതായ സ്വലാത്ത് കൊണ്ട് നിർബന്ധമാക്കപ്പെട്ട ആയത്തിന്റെ കൽപ്പന വന്നിട്ടുള്ള അതിശ്രേഷ്ഠമാക്കപ്പെട്ട മാസമാണ് ശഅബാൻ. അതുകൊണ്ട് തന്നെ ഇമാമിങ്ങൾ പറഞ്ഞു, വശഅബാനു അസ്സലാത്തു അലൻ നബിയിൽ മുഖ്താർ, ഹബീബായ നബി തങ്ങളുടെ മേൽ സ്വലാത്ത് അധികരിപ്പിക്കേണ്ടതായ, ഏറ്റവും കൂടുതൽ ചൊല്ലി തീർക്കേണ്ട മാസമാണ് അടുത്ത മാസമായ ശഅബാൻ. തീർന്നില്ല. പരിശുദ്ധമായ റമദാനോ ഖുർആൻ പാരായണം ചെയ്യപ്പെടേണ്ട മാസമാണ്. ഖുർആൻ ഖത്മുകൾ തീർക്കേണ്ടതായ മാസമാണ്. ഖുർആനിലേക്ക് ഹൃദയത്തെ കണക്ട് ചെയ്യേണ്ട മാസമാണ്. ഷാഫി മദ്ഹബിന്റെ അനുയായികളെ, നമ്മുടെ മദ്ഹബിന്റെ ഇമാം ഷാഫി റളിയല്ലാഹു അൻഹു എല്ലാ ദിവസവും റമദാൻ അല്ലാത്തപ്പോൾ തന്നെ ഒരു ഖത്മ് തീർത്തിരുന്നു. മാഷാ അല്ലാഹ്. പുണ്യമായ റമദാൻ കടന്നു വന്നാലോ പകൽ ഒരു ഖത്മാണ്, രാത്രിയിൽ മറ്റൊരു ഖത്മാണ്. 2 ഖത്മുകൾ തീർത്തുകൊണ്ട് അല്ലാഹുവിലേക്ക് നിലയുറപ്പിച്ച മഹാനായ മുഹമ്മദ് ബിൻ ഇദ്രീസ് ശാഫിഈ റളിയല്ലാഹു അൻഹു. ഷാഫി മദ്ഹബിന്റെ അനുയായികളായ നമ്മളോ ഖുർആനിതാ വീടിന്റെ കുടിയിരിക്കൽ കൊണ്ടുവരുന്നു. ഉമ്മ കയ്യിൽ പിടിക്കുന്നു. വാതിൽ തുറക്കാൻ ഇടിയാണ്. കാരണം ഫോട്ടോയ്ക്ക് വരണം, റീൽസിന് വരണം. നാളെ അതാ കുടുംബക്കാര് ചോദിക്കുമ്പോ ഉമ്മയുടെ കയ്യിൽ ഖുർആൻ കൊടുത്തില്ലേ എന്ന് ചോദ്യം വരരുത്. അതുകൊണ്ട് ഉമ്മ ഇതാ കയ്യിൽ പിടിക്കാൻ മത്സരമാണ്. ഖുർആൻ കയ്യിൽ പിടിച്ചുകൊണ്ട് അകത്ത് കയറി ഷെൽഫിൽ വെക്കാൻ വേണ്ടി തുനിയുന്ന ഉമ്മ, ആ ഖുർആൻ ഒന്നെടുക്കണേ, ആ ഖുർആൻ ഒന്നോദണേ. 2025 വിട പറഞ്ഞ് 26ലേക്ക് കാലൂന്നുന്ന ഈ സമയത്ത് മുസ്ലിം സഹോദരങ്ങളോട് ഈ വിനീതൻ ഉറപ്പെടുത്താനുള്ളത്, റുഹേ ബയാൻ കുടുംബത്തിലുള്ള മുഴുവൻ അംഗങ്ങളോടും എന്നെ കേൾക്കാൻ ഒരുമിച്ച് കൂടിയിട്ടുള്ള പ്രിയപ്പെട്ട വിശ്വാസികളോട് ഉറപ്പെടുത്താനുള്ളത്, ഖുർആൻ നമ്മുടെ കാറ്റലോഗാണ്, ഖുർആൻ നമ്മുടെ വഴികാട്ടിയാണ്. ആ ഖുർആനുമായിട്ടുള്ള ബന്ധം സ്ഥാപിക്കണേ. റമദാൻ അനുകൂലമായിട്ട് വരട്ടെ. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. റമദാൻ അനുകൂലമാക്കാൻ ഒരു ബന്ധം നമ്മൾ വെക്കണം. അതിനെന്ത് വേണം? ഇപ്പൊ ലീവുള്ള സമയമാണ്, സ്കൂൾ അവധിയൊക്കെ ഉള്ള സമയം. മക്കളെയും കുടുംബത്തെയൊക്കെ ചേർത്ത് നിർത്തിയിട്ട് വീടും പരിസരമൊക്കെ വൃത്തിയാക്കുക. പാത്രമൊക്കെ ഇപ്പൊ കഴുകി വെക്കുക. റമദാന്റെ തൊട്ട് തലേ ദിവസം അതൊക്കെ കഴിയട്ടെ. നടുവേദനയായിട്ട് പിന്നെ നോമ്പ് പിടിക്കാതിരിക്കണ്ട. നേരത്തെ റെഡിയാകുക. മനസ്സും ശരീരവും ഒക്കെ റെഡിയാക്കുക. ഇസ്തിഗ്ഫാർ ചൊല്ലി അങ്ങോട്ട് നിലകൊള്ളുക. അസ്തഗ്ഫിറുല്ലാഹൽ അലീം, അസ്തഗ്ഫിറുല്ലാഹൽ അലീം ധാരാളം ചൊല്ലി. كان النبي صلى الله عليه وسلم يستغفر له في كل يوم 100 مرة. എല്ലാ ദിവസവും അല്ലാഹുവിന്റെ റസൂൽ 100 പ്രാവശ്യം ഇസ്തിഗ്ഫാർ ചൊല്ലിയിരുന്നു. ഒരു ദിവസം പോലും മുടങ്ങിയിരുന്നില്ല. പാപ സുരക്ഷിതത്വം കിട്ടിയ നബിതങ്ങൾ തന്നെ അത്രയേറെ ചൊല്ലിയിരുന്നെങ്കിൽ നമ്മൾ എത്ര ചൊല്ലണം? അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ഒന്ന് ഉറക്കം ചൊല്ലിക്കുക, 3 വട്ടം ചൊല്ലിക്കുക എല്ലാവരും. അസ്തഗ്ഫിറുല്ലാഹൽ അലീം. ഉറക്കെ ചൊല്ലി എല്ലാവരും. അസ്തഗ്ഫിറുല്ലാഹൽ അലീം, അസ്തഗ്ഫിറുല്ലാഹൽ അലീം മിൻ കുല്ലി ദംബിൻ അലീം വഅതൂബു ഇലൈഹി. അല്ലാഹു നമ്മളെ കബൂലാക്കട്ടെ. ഈ രാവിൽ മറ്റുള്ളവരെ കള്ളുകുടിച്ച് ലഹരി നുടഞ്ഞു പോകുമ്പോ നമ്മൾ ഈ രാത്രി അതിൽ നിന്ന് വ്യതിരക്തമാണ്. ഖുർആൻ ഓതി ദിക്ർ ചൊല്ലി നമ്മൾ മാറുകയാണ്. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ഇതുവരെ ചെയ്തിട്ടുള്ള എല്ലാ പാപങ്ങളും ഹൃദയത്തിൽ വരണം. ഈ സദസ്സിൽ നിൽക്കുന്ന ഓരോരുത്തരുടെയും ഹൃദയത്തിൽ വരട്ടെ. നീ ചെയ്തിട്ടുള്ള എല്ലാ നീചകൃത്യങ്ങളും, കള്ളുകുടിച്ചിട്ടുണ്ടാകും, വ്യഭിചരിച്ചിട്ടുണ്ടാകും. വിചാരമെന്ന് പറയുമ്പോൾ കേവലം ശാരീരികമാകുന്ന ബന്ധപ്പെടൽ അന്യ സ്ത്രീ പുരുഷന്മാർ തമ്മിൽ മാത്രമല്ല, നിന്റെ കണ്ണുകൾ കൊണ്ട്,
അശ്ലീല ചുവയുള്ളതാകുന്ന സിനിമയിലേക്ക്, സീരിയലിലേക്ക്, ഹറാമായ തലത്തിലേക്ക്, ഒരന്യ പെണ്ണിന്റെ ശരീരത്തിലേക്ക്, ആകാര സൗഷ്ഠവത്തിലേക്കുള്ള നിന്റെ നോട്ടം, നിന്റെ സംസാരം, നിന്റെ നാവിന്റെ ഭാഷ, നിന്റെ കേൾവി, നിന്റെ കൈകൾ കൊണ്ടുള്ളതാകുന്ന ചാറ്റിങ്ങുകൾ, നിന്റെ കാലുകൾ കൊണ്ടുള്ള കാൽവെപ്പുകൾ എല്ലാം നാളെ നിനക്കെതിരായ സാക്ഷ്യപത്രമാകും. അതുകൊണ്ടെല്ലാം നീ മനസ്സിൽ കൊണ്ടുവരും, എല്ലാ തെറ്റുകളും കൊണ്ടുവരും. വാപ്പയോട് നീ ദേഷ്യപ്പെട്ടത്, ഉമ്മയെ നീ ചീത്ത വിളിച്ചത്, കൂട്ടുകാരെ ചേർത്ത് നിർത്തിയിട്ട് ലഹരിയിൽ ഉണർന്നുകൊണ്ട് നിലകൊണ്ടവർ. അടുത്തിടെ എക്സൈസ് ഉദ്യോഗസ്ഥർ പിടിക്കുന്നത് കണ്ടില്ലേ? ചെറിയ മക്കളെയാണ് ലഹരിക്ക് അടിമപ്പെടുന്ന മക്കൾ. കഴിഞ്ഞ ദിവസം ഒരു പോലീസുകാരൻ പിടിച്ചിട്ട്, എക്സൈസ് ഉദ്യോഗസ്ഥൻ പിടിച്ചിട്ട് ഒരു ചെറുപ്പക്കാരനോട് ചോദിക്കുന്ന ദൃശ്യം സോഷ്യൽ മീഡിയയിൽ വൈറലാകുന്നുണ്ട്. മീഡിയയിൽ അവനോട് ചോദിക്കുന്നുണ്ട് എത്രയുണ്ട്. അപ്പോൾ അവൻ കൂളായിട്ട് പറയാണ് ഇത് 100 ഗ്രാം ഉണ്ട്. എവിടുന്ന് കിട്ടിയത്? നല്ല പൊതിഞ്ഞ് കിട്ടിയ സാധനമാണ്. അപ്പോൾ അവൻ പറയാണ് ഇത് 1 ലക്ഷം രൂപ കൊടുത്തിട്ട് ഞാൻ ബാംഗ്ലൂരിൽ നിന്ന് വാങ്ങിക്കൊണ്ട് വരികയാണ്. കൂളായിട്ട് പറയാണ്. കാരണം കൂളാണ്, കാരണം സാധനം നീരച്ചടയൻ ഐറ്റം വേറെ കയറിയിരിക്കുകയാണ്. അതുകൊണ്ട് അവനൊരു വിഷയമല്ല. എവിടേക്കാണ് നമ്മുടെ തലമുറ പൊയ്ക്കൊണ്ടിരിക്കുന്നത്? നമ്മൾ ചിന്തിക്കും നമ്മുടെ വീട്ടിൽ ഇതില്ല എന്ന്, പക്ഷെ ഓരോ കുടുംബങ്ങളിലേക്കും ക്യാൻസർ പോലെ പടർന്നു പന്തിരിക്കുന്നു ലഹരി. അള്ളാഹു നമ്മളെ കാക്കുമാറാവട്ടെ. ചെറിയ മക്കൾ ഇതിന്റെ കാരിയറായി മാറുകയാണ്. രാവിലെ ട്രെയിനിൽ കയറിയിട്ട് മലബാറിലേക്ക് പോകുന്ന മക്കളിൽ ഭൂരിഭാഗം മക്കളും ഇത് കൊണ്ടുപോകുന്ന മക്കളുണ്ട്, ഇത് കച്ചവടം ചെയ്യുന്ന മക്കൾ. അള്ളാഹു നമ്മളെ കാക്കുമാറാവട്ടെ. കുട്ടികളെ കയ്യിലാകുമ്പോൾ പെട്ടെന്ന് അറിയില്ലല്ലോ, ബാഗിനകത്ത് എടുത്തിട്ടിട്ട് അങ്ങനെ ട്രാവൽ ചെയ്യണം. മംഗലാപുരം പോകുന്നു, ബാംഗ്ലൂർ പോകുന്നു. നമ്മുടെ മക്കളൊക്കെ വിദൂര വിദ്യാഭ്യാസത്തിന് വേണ്ടി ബാംഗ്ലൂരിലേക്കും മംഗളൂരുവിലേക്കൊക്കെ പറഞ്ഞു വിടുന്ന രക്ഷിതാക്കൾ ശരിക്കും ഓർത്തു വെച്ചോ. നമ്മുടെ നാട്ടിൽ നിന്ന് വിട്ടിട്ട് മറ്റൊരു നാട്ടിൽ പോയി പഠിച്ചെങ്കിലേ വിദ്യാഭ്യാസം കിട്ടൂ എന്നുള്ള ഒരു ചിന്ത വെച്ചുകൊണ്ട് ഇന്ന് കേരളത്തിലുള്ള മക്കളിൽ ഭൂരിഭാഗം ആളുകളും മറ്റ് രാജ്യങ്ങളിൽ തേടി പോവാണ്. എൻ്റെ മോനെവിടെ? നിന്റെ മോൻ ചൈനയിൽ നിന്ന് വിദ്യാഭ്യാസം നേടി വരുന്നു. നിന്റെ മോളെവിടെ? ലണ്ടനിൽ നിന്ന് ഇതാ വിദ്യാഭ്യാസം നേടി വരുന്നു. നിന്റെ മോനെവിടെ? USA-യിലാണ്, അമേരിക്കയിലാണ്. ഇങ്ങനെ പറയാൻ വേണ്ടി ഗിർവാണം മുഴക്കാൻ, ആളുകളുടെ മുന്നിൽ അഭിമാനം പറയാൻ വേണ്ടി നിലകൊള്ളുന്ന ആളുകൾ മക്കളിൽ ആത്മീയത നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നു എന്നുള്ള യാഥാർത്ഥ്യം തിരിച്ചറിയാതെ പോകരുത്. ആത്മീയത നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഏറ്റവും വലുതൊരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അള്ളാഹുവിനുള്ള ഇബാദത്താണ് 5 വഖത്ത് നമസ്കാരം. അതുപോലെ കറക്റ്റ് ആകുന്നില്ല. നമ്മളിൽ എത്ര പേർ ഈ കഴിഞ്ഞ ഒരു വർഷം ഒരു ഖത്മെങ്കിലും തീർത്തവരുണ്ട്? ഒരു വിചിന്തനം വരട്ടെ, ഒരു ചിന്ത വരട്ടെ, ഒരു പുനർവിചിന്തനം. അങ്ങനെയാണല്ലോ വേണ്ടേ. ഒരു സദസ്സിൽ വന്നിട്ട് നമ്മൾ വെറുതെ പോവല്ല. 2026 പിറവി കൊള്ളുമ്പോൾ നമ്മൾ ഈ കഴിഞ്ഞ കൊല്ലം എത്ര നന്മ ചെയ്തു ചിന്തിക്ക്. ഖുർആൻ എത്ര പ്രാവശ്യം ഖത്മ് തീർത്തു? ഒരു ദിവസത്തിൽ ഒരു ഖത്മ് തീർത്തതാകുന്ന ഷാഫി ഇമാമിന്റെ അനുയായികളാണ് നമ്മൾ. ഒരു ദിവസത്തിൽ ഒരു ഖത്മ് തീർത്ത മഹാൻ. റമളാൻ കഴിയുമ്പോൾ 60 ഖത്മുകളായി പകലും രാത്രിയിലുമായി ഓരോ ഖത്മുകൾ തീർത്ത മഹത്തുക്കൾ. നമ്മൾ എങ്ങനെയാണ് ചിന്തിക്കുക? ഈ റജബിലാണ് ഖ്വാജ മുഈനുദ്ദീൻ ദിസീൽ അജ്മീരി ഖദ്ദസല്ലാഹു സിറഹുൽ അസീസ് അവരുടെ ആണ്ട് കഴിഞ്ഞത്. റജബ് 6. ബഹുമാനപ്പെട്ടവർ എല്ലാ ദിവസവും ഇതേപോലെ ഖത്മ് തീർത്ത മഹാനാണ്. അള്ളാഹുവിന്റെ ദറജ ഉയർത്തുമാറാവട്ടെ. നമ്മൾ മനസ്സിലാക്കുന്നത് പോലെ കള്ള സൂഫിയാക്കളിൽപ്പെട്ട ആളുകളല്ല നമ്മൾ. അവരെയൊക്കെ ഇന്നും ചില ആളുകൾ ഹൃദയം കൊണ്ട് അവരെ വരിക്കാനും അവരെ ഇഷ്ടപ്പെടാനും ചിലർ തൽപരരാകുന്നില്ല. നമ്മൾ അത്രമേൽ അകന്നു അള്ളാഹുവിൽ നിന്ന്. അവർ ഖുർആനുമായി നല്ല ബന്ധമുള്ളവരായിരുന്നു. ഡെയിലി ഖുർആൻ ഖത്മ് തീർത്ത മഹത്തുക്കളിൽപ്പെട്ടവരാണ് ഖ്വാജ മുഈനുദ്ദീൻ ദിസീൽ അജ്മീരി ഖദ്ദസല്ലാഹു സിറഹുൽ അസീസ്. അതുകൊണ്ടെന്തായി? ഔലിയാക്കളുടെ നേതൃത്വമായി കരുനാഗപ്പള്ളിക്ക് തിലക ചാർത്തായി നമ്മുടെ പരിസരത്ത് അന്ത്യവിശ്രമം വന്ന ഷെയ്ഖ് ഹസൻ ബിൻ അലി റളിയല്ലാഹു അൻഹു, ബഹുമാനപ്പെട്ട അബ്ദുൽ ഖാദിർ സാനി എന്നറിയപ്പെടുന്ന കണ്ണൂരിൽ നിന്ന് ഒരു 8 കിലോമീറ്റർ മാറിപ്പോയാൽ സഞ്ചരിച്ചാൽ എത്തുന്നതാകുന്ന പുറത്തിയിൽ ഷെയ്ഖിന്റെ ശിഷ്യനാണ് ബഹുമാനപ്പെട്ട അബ്ദുൽ ഖാദിർ സാനി റളിയല്ലാഹു അൻഹു. അവരൊക്കെ ഖുർആനുമായി അഭേദ്യമായ ബന്ധം വെച്ച മഹത്തുക്കളാണ്. നമ്മൾ ഇന്ന് അവരെയും കുറ്റം പറഞ്ഞ ശേഖന്മാര്, കള്ള ശേഖന്മാരെന്നൊക്കെ പറഞ്ഞ് നിൽക്കുന്നതല്ലാതെ നിന്റെ വാ കൊണ്ടത് പറയാൻ പറ്റുമോ? നീ അത് പറയുന്നത് തന്നെ നീ മുനാഫിഖാണ്. അല്ലാഹു നമ്മളെ കാക്കുമാറാവട്ടെ. നിനക്ക് പറയാൻ യോഗ്യതയില്ല. എന്തുകൊണ്ട്? അവർ ഖുർആനുമായി ബന്ധപ്പെട്ട ജീവിതം നയിച്ച സാലിഹീങ്ങളായ മനുഷ്യരായതുകൊണ്ട് ഇന്നും ലക്ഷക്കണക്കിന് ആളുകൾ അവരെ സിയാറത്ത് ചെയ്യുന്നു. ഈ ഇരിക്കുന്നതായ ആളുകൾ റുഹൈബയാൻ കുടുംബാദികളൊക്കെ തന്നെ അവരുടെ ചാരത്ത് പോയി സിയാറത്ത് ചെയ്തിട്ടാണ് ഈ സദസ്സിൽ വന്നു ചേർന്നത്. ഞാൻ ഇന്ന് ഈ സദസ്സിലേക്ക് പ്രഭാഷണത്തിന് വരുന്നതിന് തൊട്ടു മുമ്പ് മഗ്‌രിബിന് ശേഷം അവരെ പോയി സലാം പറഞ്ഞ് ദുആ ചെയ്തിട്ടാണ് ഇന്ന് ഇവിടെ വന്നത്. അള്ളാഹു നമ്മളെ കബൂൽ ചെയ്ത് അനുഗ്രഹിക്കട്ടെ. ഞാനിത് പറഞ്ഞത് മഹാന്മാരുടെ പൊരുത്തം, അതിലൂടെ സ്വർഗത്തിന്റെ കവാടം തുറക്കുകയുള്ളൂ. അള്ളാഹു തൗഫീഖ് നസീബാക്കട്ടെ. അവരെ തള്ളിയിട്ട്, അവരൊന്നും ഇല്ല എന്ന് പറഞ്ഞിട്ട് അശ്ലീലമാക്കപ്പെട്ട ചില കൂട്ടുകെട്ടുകളിലൂടെ സ്വർഗം പുൽകാമെന്ന് ആരും കരുതരുത്, വ്യാമോഹിക്കരുത്. പിൻവാതിലൂടെ നിയമ നടപടികൾ കിട്ടുന്നത് പോലെ, നിയമനം കിട്ടുന്നത് പോലെ നിനക്ക് വേഗം തന്നെ സ്വർഗം കരഗതമാക്കാമെന്ന് നീ കരുതരുത്, വ്യാമോഹിക്കരുത്. അല്ലാഹു നമ്മളെ കാക്കുമാറാവട്ടെ.
അല്ലാഹുവേ ഞങ്ങളെ നീ കാത്ത് സംരക്ഷിക്കണേ അല്ലാ. പരിപൂർണമായ കാവൽ നീ നൽകി അനുഗ്രഹിക്കണേ അല്ലാ. അല്ലാഹു നമ്മളെ കാക്കുമാറാവട്ടെ. നമ്മുടെ മുറാദുകൾ അല്ലാഹു ഹാസിലാക്കട്ടെ. ഞാൻ ദീർഘിപ്പിക്കുന്നില്ല, കാരണം ഇതിൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ ഷുഗറും പ്രഷറും കൊളസ്ട്രോളും പല അസുഖങ്ങളുള്ളവർ, മരുന്ന് കൃത്യമായി കഴിക്കേണ്ടവർ, ഭക്ഷണം കഴിക്കേണ്ട ആളുകളൊക്കെ ഉണ്ട്. അസർ കഴിഞ്ഞിട്ട് ഈ സദസ്സിൽ വന്നിട്ട് സീറ്റ് ഉറപ്പിച്ച ഉമ്മമാർ വരെ എനിക്കറിയാം. അതുകൊണ്ട് ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. അവരൊക്കെ എങ്ങോട്ടാണ് പോകേണ്ടത് എങ്ങനെയാണെന്ന് പോലും അറിയാത്ത പല സഹോദരങ്ങൾ വരെ ഈ സദസ്സുകൾ. അതുകൊണ്ട് ഞാൻ ദീർഘിപ്പിക്കുന്നില്ല, ഞാൻ ചുരുക്കുന്നു. ഒരല്പം ദിക്ർ ചൊല്ലിയിട്ട് നമുക്ക് ദുആയിലേക്ക് കടക്കാം. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. കാരണം ദീർഘദൂര യാത്ര ചെയ്ത ആളുകളുണ്ട്. ഇപ്പോൾ കരുനാഗപ്പള്ളിയിൽ നിന്ന് ഇപ്പം നമ്മൾ ഇശാ കഴിഞ്ഞ് വീട്ടിൽ നിന്ന് ഇങ്ങോട്ട് ഫുഡൊക്കെ അടിച്ചിറങ്ങിയവരെ സംബന്ധിച്ചിടത്തോളം വിഷയമില്ല. പക്ഷേ ഇത് മഗ്‌രിബിന് ശേഷം കറക്റ്റായി തുടങ്ങിയ ഒരു മജ്‌ലിസാണ്. നമ്മൾ അന്ന് മുതൽ ഇന്ന് വരെ അങ്ങനെ തന്നെയാണ് പോകുന്നത്. അള്ളാഹു കബൂലാക്കുമാറാവട്ടെ. ഈ സദസ്സിൽ പ്രഭാഷണത്തെക്കാൾ മാറ്റ് പ്രാർത്ഥനയ്ക്കാണ് ഈ സമയത്തിന്. അള്ളാഹു കബൂൽ ചെയ്ത് അനുഗ്രഹിക്കട്ടെ. അതിവിടെ ഊന്നിപ്പറഞ്ഞു സെയ്ദ് മുഹ്സിൻ കോയ തങ്ങളവറുകൾ അദ്ദേഹത്തിൻ്റെ പ്രഭാഷണത്തിലൂടെ. കാരണം എന്തുകൊണ്ട്, ചില സംഭവങ്ങളും ചില പ്രശ്നങ്ങളുമൊക്കെ ഉണ്ടാകുമ്പോൾ നമ്മൾ ആ സംഭവങ്ങളുടെ പിറകിൽ പോകലല്ല വേണ്ടത്. ആ സംഭവങ്ങൾ നമുക്ക് നമ്മുടെ ദീനിന് എതിരാണെന്ന് തോന്നിയാൽ നമ്മൾ ദിക്റിലും ഖുർആനിനുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമ്മൾ നമ്മുടെ ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകാം. അപ്പോൾ നമ്മൾ അല്പസമയം ദിക്ർ ചൊല്ലി ഇൻഷാ അല്ലാഹ് ദുആ ചെയ്യും. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. എല്ലാ മുറാദുകളും അല്ലാഹു ഹാസിലാക്കട്ടെ. ഏറ്റവും കൂടുതൽ ആളുകൾ ഉപയോഗിച്ചിട്ടുള്ള, ഈ വർഷത്തിൽ ഉപയോഗിച്ചിട്ടുള്ള വാക്ക് ഏതാണ് എന്ന് മനോരമ ഒരു ചോദ്യം, ഒരു ക്വസ്റ്റ്യൻ ഇടുകയാണ്. ലക്ഷക്കണക്കിന് ആളുകൾ അതിൽ പങ്കെടുത്തു. എല്ലാവരും ഒന്നടങ്കം പറഞ്ഞു, ജനങ്ങൾ ഏറ്റവും കൂടുതൽ ഉപയോഗിച്ച വാക്ക് തന്തവൈബ് എന്ന വാക്കാണ്. 2025 വിടുമ്പോൾ ഞാൻ ചോദിക്കുന്നു, നമ്മളിലും അത്തരത്തിലുള്ള വാക്കുകൾ ഉപയോഗിക്കുന്നവരുണ്ടോ, കുറഞ്ഞോ കൂടിയോ എന്ന് ചിന്തിക്കൽ. എന്താണ് തന്തവൈബ്? സ്വന്തം പിതാവ് തന്നെ ഉപദേശിക്കുന്നത് ഇഷ്ടമില്ലാത്ത മക്കളുടെ കാലഘട്ടം. ഉമ്മ മകനോട് മോനെ അത് ചെയ്യരുത്, ഇത് തെറ്റാണ്, അത് നന്മയാണ് എന്ന് പറഞ്ഞു കൊടുത്താൽ മാതാപിതാക്കളോട് ദേഷ്യപ്പെടുന്ന കാലഘട്ടം. ഉമ്മയുടെ അടിവയർ നോക്കി ചവിട്ടുന്ന മക്കളുടെ കാലഘട്ടം. മാതാപിതാക്കളുടെ സേവനങ്ങളെ തള്ളിപ്പറയുന്ന മക്കളുള്ള കാലഘട്ടം. അവരെ വൃദ്ധസദനത്തിലേക്ക് കൊണ്ടുപോയി അടയ്ക്കുന്ന മക്കളുള്ള കാലഘട്ടം. മനസ്സിലാക്കണം. അല്ലാഹു നമ്മളെ കാക്കുമാറാവട്ടെ. ഇതൊക്കെ ദുനിയാവാണ്, ഇതൊക്കെ അസ്തമിക്കുമെന്ന് നമ്മൾ ചിന്തിക്കുന്നില്ല. അപ്പോൾ മാതാപിതാക്കളോടുള്ള സ്നേഹബന്ധങ്ങളെ പരിപൂർണമായി കാത്തു സൂക്ഷിക്കാതെ അതിനിടയിലും വിള്ളൽ തീർക്കുന്ന ആളുകളുള്ള ഒരു സമൂഹമായി നമ്മുടെ മക്കൾ മാറിയിരിക്കുന്നു. ഇന്ന് എത്ര ആളുകളാണ് അങ്ങനെ വൃദ്ധസദനങ്ങളിൽ അകപ്പെട്ടിരിക്കുന്നത്? എല്ലാ ജില്ലകളിലുമുണ്ട് വൃദ്ധസദനങ്ങൾ. നമ്മുടെ ജില്ലയിലുമുണ്ട്, ഈ കൊല്ലത്തുമുണ്ട്, തിരുവനന്തപുരത്തുമുണ്ട്, എൻ്റെ നാടായ കോട്ടയത്തുമുണ്ട്. എല്ലാ ജില്ലകളിലും വൃദ്ധസദനങ്ങൾ അധികരിച്ചിരിക്കുകയാണ്. അവിടെ കൊണ്ടുപോയി മക്കളെ, LKG കുട്ടികളെ കൊണ്ടുപോയി സ്കൂളിൽ ചേർക്കുന്നത് പോലെ മാതാപിതാക്കളെ കൊണ്ടുപോയി ചേർക്കുന്ന ഒരു കാലഘട്ടം. അള്ളാഹു നമ്മളെ കാത്തു സംരക്ഷിക്കട്ടെ. ബദറിന്റെ രണാങ്കണത്തിൽ ഒരനുയായി റെഡിയായി കൊണ്ട് പ്രവാചകരുടെ സവിധത്തിൽ വരികയാണ്. നബി തങ്ങൾ ചോദിച്ചു, അഹയ്യുൻ വാലിദതുക്, നിന്റെ ഉമ്മ ജീവിച്ചിരിപ്പില്ലേ? ഉണ്ട് നബിയെ, വാപ്പയാണ് മരിച്ചുപോയത്, ഉമ്മ ഇപ്പോഴും ഉണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആ സ്വഹാബിയുടെ മുഖത്ത് നോക്കിയിട്ട് പറയുകയാണ്, ഫഫീഹാ ജാഹിദ്, ഫഫീഹാ ജാഹിദ്. ആയിരക്കണക്കിന് ശത്രുക്കൾ അശ്വാരൂഢരായി പരിശുദ്ധമാക്കപ്പെട്ട മക്കയിൽ നിന്ന് പുണ്യമാക്കപ്പെട്ട ബദറിലേക്ക് മാർച്ച് ചെയ്ത വിവരമറിഞ്ഞിട്ട് പോലും ഹൃദയഭേദമന്യേ കുലുങ്ങാതെ പ്രവാചകൻ പറയുകയാണ്, ഇവിടെ അണികളില്ല, ഇവിടെ ആൾബലമില്ല, ഇവിടെ കുതിരയില്ല, ഇവിടെ ഒട്ടകമില്ല, ഇവിടെ ആയുധസാരികളില്ല, ഇവിടെ വലിയതാകുന്ന പടക്കോപ്പുകളില്ല, പക്ഷെ ഈമാനിന്റെ പ്രഭയുണ്ട് പ്രവാചകരോടൊപ്പം. അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, ആ സമയത്തും ഒരാളെ കൂടുതൽ എടുക്കാനല്ല നോക്കുന്നത്. 313ഓളം വരുന്ന അങ്കുലി പരിമിതമായ സ്വഹാബത്തുമായി ഇറങ്ങുമ്പോഴും അല്ലാഹുവിന്റെ റസൂൽ പറയുന്നു, നിന്റെ ഉമ്മ ജീവിച്ചിരിപ്പില്ലേ? ഫഫീഹാ ജാഹിദ്, ആ ഉമ്മയിൽ നീ ജിഹാദ് നടത്തണേ. ആ ഉമ്മയുടെ കാൽച്ചുവട്ടിലാണ് സ്വർഗമെന്ന് ഹബീബ് മുഹമ്മദ് മുസ്തഫ. ഗർഭം ചുമന്നത് 10 മാസം തള്ളയാ, പ്രസവിച്ച വേദന തിന്നതും അവൾ തന്നെയാ. ഗർഭം ചുമന്നത് 10 മാസം തള്ളയാ, പ്രസവിച്ച വേദന തിന്നതും അവൾ തന്നെയാ. പാലം കൊടുത്ത് വളർത്തലും അവളാണ്,
ഇവ മൂന്ന് കാര്യം ബാപ്പയിൽ ഒഴിവാണ്. മഹാനായ ശൈഖുനാ മർഹൂം തഴവ ഉസ്താദ് അൽ മവാഹിബുൽ ജലിയയിലൂടെ ലോകരെ പഠിപ്പിച്ചതല്ലയോ? അല്ലാഹുവിന്റെ റസൂലിന്റെ തിരുചാരത്ത് വന്നുകൊണ്ട് ഒരനുയായി ചോദിക്കുകയാണ്, നബിയെ, ഈ ദുനിയാവിൽ ഞാൻ ഏറ്റവും കൂടുതൽ കടമയും കടപ്പാടും ആരോടാണ് വെച്ച് പുലർത്തേണ്ടത്? അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, ഉമ്മുക, നിന്റെ മാതാവിനോടാണ്. ചോദ്യകർത്താവ് വീണ്ടും ചോദിക്കുന്നു, സുമ്മമൻ, അടുത്തതാരോട് നബിയെ പറഞ്ഞു തരുമോ ഹബീബേ? അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, ഉമ്മുക, നിന്റെ ഉമ്മയോടാണ്, ഉമ്മയോടാണ്. ചോദ്യകർത്താവ് വിടുന്നില്ല, വീണ്ടും ചോദിക്കുന്നു, സുമ്മമൻ യാ റസൂലല്ലാഹ്, ഉമ്മ കഴിഞ്ഞാൽ അടുത്തതാരോടാണ്? നബി തങ്ങൾ അപ്പോഴും പറഞ്ഞു, ഉമ്മുക, നിന്റെ ഉമ്മയോടാണ്, ഉമ്മയോടാണ്, ഉമ്മയോടാണ്. 3 വട്ടം ഉമ്മയെ പ്രവാചകർ ഊന്നി പറഞ്ഞു. 4ാമത്തെ വട്ടം നബി തങ്ങൾ പറഞ്ഞു, അഥവാ ഉമ്മ കഴിഞ്ഞാൽ തൊട്ടടുത്ത പദവി വാപ്പയാണ് ചൂണ്ടിപ്പറഞ്ഞത്. അബൂക, നിന്റെ വാപ്പയാണ്, വാപ്പയാണ്, വാപ്പയാൻ. ആധുനിക തലമുറ മാതാപിതാക്കൾ അവഗണിക്കുന്ന തലമുറയല്ലേ? ഈ സദസ്സിലിരുന്നു കൊണ്ട് നെഞ്ചു പൊട്ടുന്ന ഉമ്മമാരില്ലേ, ഉപ്പമാരില്ലേ? മാതാപിതാക്കൾ തിരിഞ്ഞു നോക്കാത്തതായ ആളുകളില്ലേ, രക്ഷിതാക്കളില്ലേ, ഉപ്പമാരില്ലേ? എന്തേ ഉമ്മയെ 3 വട്ടം പറയാൻ കാരണം? ഗർഭം ചുമന്നത് 10 മാസം തള്ളയാ. 9 മാസം 10 ദിവസം ഗർഭം ചുമന്നുകൊണ്ട് നിന്നെ പടന്നത് പ്രിയപ്പെട്ട ഉമ്മയാണ്, ഉമ്മയാണ്. ആ ഉമ്മയെ മറക്കല്ല. ഒന്നാമതായി പ്രവാചകർ ഉമ്മയെ പറയാൻ കാരണം അതാണ്. ഉലമാക്കൾ രേഖപ്പെടുത്തുകയാണ്. തീർന്നില്ല. ബഹുമാനപ്പെട്ട തഴവ ഉസ്താദ് വീണ്ടും അൽ മവാഹിബുൽ ജലിയയിലൂടെ കുറിച്ചിടുകയാണ്, പ്രസവിച്ച വേദന തിന്നതും അവൾ തന്നെയാ. നിന്നെ നൊന്ത് പ്രസവിച്ചതും പ്രിയപ്പെട്ട മാതാവല്ലയോ, മാതാവല്ലയോ? ആ ഉമ്മയെ മറക്കല്ലേ, മറക്കല്ലേ. 3ാമതായി എന്തേ ഉമ്മയെ പറയാൻ കാരണം? പാലും കൊടുത്ത് വളർത്തലും അവളാണ്. ഇവ 3 കാര്യം ബാപ്പയിൽ ഒഴിവാണ്. നിന്നെ നൊന്ത് പ്രസവിച്ചതാകുന്ന ഉമ്മ, ആ ഉമ്മയുടെ സ്നേഹലാളനകൾ നീ തിരിച്ചറിയാതിരിക്കരുതേ. മാതാവ് മരണപ്പെട്ടു പോയ ആളുകൾ ഈ സദസ്സിൽ നിന്നുകൊണ്ട് കണ്ണീര് പൊഴിക്കുന്നുണ്ടാകും. 2025 രാവ് നിന്നിൽ അസ്തമിച്ചുകൊണ്ട് 26ലേക്ക് നീ പുതുവർഷ പുലരിയിലേക്ക് കടന്നു പോകുമ്പോ ഈ ഗ്രിഗോറിയൻ കലണ്ടർ പ്രകാരം ആഘോഷ പുലമയിലേക്ക് കടന്നു പോകുന്ന ജനങ്ങളെ നോക്കിക്കൊണ്ട് പുച്ഛിച്ചുകൊണ്ട്, മനുഷ്യ, നിന്റെ മാതാവിന്റെ പൂമുഖമൊന്ന് ചിന്തിക്കണേ. വീട്ടിലേക്ക് നീ കടന്നു ചെല്ലുമ്പോ നിന്റെ പൂമുഖത്ത് പുഞ്ചിരിയോടുകൂടി ഇരിക്കുന്ന പ്രിയപ്പെട്ട ഉമ്മ, കടന്നു വരുന്ന പ്രിയപ്പെട്ട പൊന്നുമോനെ, ഇത് പാതിരാത്രി സമയത്തായിരുന്നാലും വല്ലതും കഴിച്ചോ എന്ന് ചോദിച്ചുകൊണ്ട് നിനക്ക് വേണ്ടി ഭക്ഷണം വിളമ്പിത്തരുന്ന സ്നേഹലാളനകൾ കൊണ്ട് നിന്നെ വല്ലാതെ വീർപ്പ് മുട്ടിച്ച പ്രിയപ്പെട്ട മാതാവ് ഇന്നിതാ ഖബർസ്ഥാനിലാണ്. കരുനാഗപ്പള്ളിയുടെ വിരുമാറിൽ മൈലാഞ്ചി കാടുകൾക്കടയിൽ നിന്റെ ഉമ്മയുടെ ഖബറുണ്ട് കേട്ടോ. ആ ഉമ്മയെ മറക്കല്ലേ ചെറുപ്പക്കാരാ, ആ ഉമ്മയെ മറക്കല്ലേ സഹോദരാ. ഇന്ന് തന്നെ കരുനാഗപ്പള്ളിയിൽ ചുറ്റുമൂല പരിസരത്ത് തന്നെ ദീർഘകാല പള്ളിക്ക് സേവനം ചെയ്തിരുന്ന ഇബ്രാഹിം കുട്ടി എന്ന സഹോദരന്റെ മകൻ മരണപ്പെട്ടു പോയില്ലേ? അല്ലാഹു ആ മകന്റെ ദറജ ഉയർത്തണേ അല്ലാ. വാപ്പ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ മക്കള് മരണപ്പെട്ടു പോകുന്നു, മക്കള് ജീവിച്ചിരിക്കുമ്പോൾ തന്നെ വാപ്പ മരണപ്പെട്ടു പോകുന്നു. എന്തൊക്കെ ദൃഷ്ടാന്തങ്ങളാണ് ഈ ലോകത്ത് നടക്കുന്നത്! എന്നിട്ടും മരണത്തെ പറ്റി ചിന്തിക്കാതെ, ആഖിറത്തെ പറ്റി മനസ്സിലാക്കാതെ ദുനിയാവിന്റെ പിറകിലോടുന്ന മനുഷ്യനായി ഈ ഭൗതിക ലോകത്ത് നമ്മൾ മാറുകയല്ലയോ? തഴവ ഉസ്താദ് പഠിപ്പിക്കുകയാണ്, മാതാപിതാക്കളെ ശ്രദ്ധിക്കണേ, അവരോടുള്ള കടമകളും കർത്തവ്യങ്ങളും പരിപൂർണമായി ഗൗനിക്കണേ. ഉമ്മ കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ കടമ വെച്ച് പുലർത്തേണ്ടത് റസൂലുള്ളാഹി പറഞ്ഞു, അബൂക, വാപ്പയാണ്, വാപ്പയാണ്. ഇന്ന്
ഇന്ന് മാതാവിനെയും പിതാവിനെയും തള്ളിപ്പറയുന്ന സ്ഥലമല്ലേ? തന്ത വൈബ് എന്ന വാക്ക് പ്രയോഗിച്ചുകൊണ്ട് മാതാപിതാക്കളെ വാക്കുകളെ തൃണവൽഗണിച്ചുകൊണ്ട് കൂട്ടുകാരുടെ പിറകിൽ ബൈക്കിന്റെ പിന്നാമ്പുറത്ത് കയറി റോഡിലൂടെ കറങ്ങി നടക്കുന്ന തലമുറയായി ഇന്നത്തെ തലമുറ മാറിയില്ലേ? അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, ലാ തഖൂമുസ്സാ ലാ തഖൂമുസ്സാ, ഈ ലോകം അവസാനിക്കില്ല സഹാബ, ഹത്താ അഖ്സാ അബാ വഅദ്നാ സദീഖാ. മാതാപിതാക്കൾ അകറ്റുന്ന മക്കളെ കാണാതെ സ്വന്തം കൂട്ടുകാരെ വീട്ടിനുള്ളിലേക്ക്, അവന്റെ വിരിപ്പിലേക്ക്, അവന്റെ സ്വന്തം കൂട്ടുകാരായി ചങ്ക് ബ്രോയായി ചേർത്ത് നിർത്തിക്കൊണ്ട് മാതാപിതാക്കൾ അകറ്റുന്നതാകുന്ന മക്കളെ കാണാതെ ലോകം അവസാനിക്കില്ല കേട്ടോ. പറഞ്ഞു വെച്ചത് ഹബീബ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. നബിതങ്ങൾ പറഞ്ഞത് ഇന്ന് പുലർന്നില്ലേ? ഇന്ന് മാതാപിതാക്കളെ പടിക്ക് പുറത്താണ്. ബാക്കി എല്ലാ രഹസ്യങ്ങളും പങ്കുവെക്കുന്നത് കൂട്ടുകാരോട്. അവനാണ് വീട്ടിൽ ഒന്നാം സ്ഥാനം. വേണം നമുക്ക് സിനിമ കാണാൻ റാഹത്തായിട്ടിരിക്കുക. വീട്ടിനുള്ളിൽ ബെഡ്റൂമിൽ സീറ്റ് കൊടുക്കാൻ. വൈകുന്നേരം ആവുമ്പോ ഗേൾ ഫ്രണ്ട് എന്ന് പറഞ്ഞ് പെൺകുട്ടിയുമായിട്ട് തോളിൽ കൈയിട്ടിട്ട് വീട്ടിനുള്ളിലേക്ക് കയറിപ്പോൻ. ഉമ്മാട് പറയാണ്ട് 2 ബൂസ്റ്റർ ടീ. അതാണല്ലോ ട്രെൻഡ്. ബൂസ്റ്റർ ടീ കൊണ്ടുപോയാ ഉമ്മാട് പറഞ്ഞു കൊടുക്കാൻ. അകത്തോട്ട് കയറിപ്പോ ഉമ്മ നോക്കുമ്പോൾ ഒരു പെണ്ണുമായിട്ട് കയറിപ്പോ. അള്ളാഹു നമ്മുടെ മക്കളെ സാലിഹ്യങ്ങൾ ചേർക്കട്ടെ. മകൾ ഒരു ബോയ് ഫ്രണ്ട് എന്ന് പറഞ്ഞിട്ട് ഒരു കൂട്ടുകാരനുമായിട്ട് കയറാൻ. ലെസ്ബിയൻ കപ്പിൾസായി നമ്മുടെ മക്കൾ മാറുന്ന കാലഘട്ടം. പെണ്ണ് പെണ്ണിനോട് ഏറ്റവും മോശപ്പെട്ടതാകുന്ന തലത്തിൽ ശരീരം ഇഴുകിച്ചേർന്ന നിലയിലേക്ക് ഭ്രമിക്കുന്ന കാലഘട്ടം. ഗേകളായി നമ്മുടെ ആൺകുട്ടികൾ മാറുന്ന കാലഘട്ടം. പുരുഷൻ പുരുഷനോട് ലൈംഗികമാക്കപ്പെട്ട ചൊവ്വയോടുകൂടി നോക്കുകയും ആ രീതിയിൽ തന്നെ കാണുകയും അങ്ങനെ തന്നെയുള്ള സംസ്കാരത്തെ വാരിപ്പുണരുകയും ചെയ്യുന്ന ഒരു കാലഘട്ടം. അല്ലാഹു നമ്മളെ കാക്കുമാറാവട്ടെ. എവിടെയൊക്കെയാണ് നമ്മുടെ സമൂഹത്തിൽ ഒരു കൊല്ലങ്ങൾ കൊണ്ട് എന്തൊക്കെ അപജയങ്ങളാണ് ഉണ്ടായിട്ടുള്ളത്? ആത്മീയതയിൽ, ശാരീരികമാകുന്ന വിഷയങ്ങളിൽ, മാനസികമാകുന്ന വിഷയങ്ങളിൽ, കുടുംബത്തിന്റെ അകത്തളങ്ങളിൽ, എല്ലാ തുറകളിലും അകൽച്ച ഉണ്ടായിപ്പോയി. അള്ളാഹു നമ്മളെ കാക്കുമാറാവട്ടെ. ഈ ഒരു വർഷം നമുക്ക് എന്തൊക്കെ സമ്മാനിച്ചു? ഒരു വിചിന്തനം നടത്തണം. എന്തിനാണ് നമ്മളിങ്ങനെ ഒരുമിക്കുന്നത്? ഈ കഴിഞ്ഞതാകുന്ന ഒരു വർഷത്തിൽ നമ്മൾ എന്തൊക്കെ നന്മകൾ ചെയ്തു മനസ്സുകൊണ്ടെന്ന് ചിന്തിക്കാൻ. എത്ര വഖത്ത് നമുക്ക് നമസ്കാരങ്ങൾ ചിട്ടയാക്കാൻ പറ്റി? എത്ര നോമ്പുകൾ നമ്മൾ കൃത്യമായി പിടിച്ചു വിട്ടി? ഇതാ റമദാൻ വരുന്നു, വിളംബരമുണ്ടായി, ഫ്ലക്സ് ഇട്ടു. ബാരിക് ലനാ ഫി റജബിൻ വ ശഅബാൻ, പ്രാർത്ഥനയുടെ ഫ്ലക്സ് ഇതാ ഇതിന്റെ മുന്നിൽ സമ്മാനിച്ചു. എന്നിട്ടും കഴിഞ്ഞ റമദാനിലെ നോമ്പുകൾ ഖളാ വീട്ടാതെ ശ്രദ്ധിക്കാതെ പോകുന്ന ആളുകൾ ഇന്നും നമ്മുടെ സമൂഹത്തിലുണ്ട്. സഹോദരിമാരിലുണ്ട്, പുരുഷന്മാരിലുണ്ട്. കഴിഞ്ഞ വർഷത്തേതാകുന്ന നോമ്പുകൾ ഖളാ വീട്ടാത്ത ധാരാളം ആളുകൾ. നിസ്കാരങ്ങളെ ഗൗനിക്കാതെ റമദാൻ വരുന്നു എന്ന വിളംബരമുണ്ടായിട്ട് പോലും നമസ്കാരത്തെ ശ്രദ്ധിക്കാതെ ഇന്നും പള്ളിയുടെ മുറ്റത്തെത്തിയിട്ട് ബാങ്ക് കൊടുക്കുമ്പോൾ ഇറങ്ങിപ്പോകുന്ന സമൂഹം നമ്മുടെ സമൂഹത്തിലുണ്ട്. നിസ്കാരത്തെ അത്രമേൽ അലസത വെക്കുന്നവർ, വഖത്തുകളെ ശ്രദ്ധിക്കാത്തവർ. ബാക്കി എല്ലാത്തിലും നമ്മൾ ധൂർത്തും ദുർവയവുമാണ്. നിസ്കാരത്തിൽ മാത്രം ആ അമിതത്വം കാണുന്നില്ല. സമ്പത്തിന്റെ വിഷയത്തിൽ കല്യാണം വരുമ്പോ മകളുടെ കല്യാണത്തിൽ ധൂർത്തടിക്കുന്നതാകുന്ന പിതാവ് താൻ ഏറ്റവും വലിയ പണക്കാരനാണെന്ന് സമൂഹത്തെ അറിയിക്കണമെങ്കിൽ, കരുനാഗപ്പള്ളിയിലെ പണച്ചാക്കാണെന്ന് അറിയിക്കണമെങ്കിൽ വിവാഹത്തിന് ധൂർത്ത് നടത്തണം. മകളുടെ കല്യാണത്തിൽ ലക്ഷങ്ങൾ ചെലവഴിച്ചുകൊണ്ടുള്ള വലിയ പന്തൽ സൗകര്യം ഒരുക്കണം. അപ്പൊ അതൊക്കെയാണ് ട്രെൻഡ്. നല്ല ഓഡിറ്റോറിയം കിട്ടും, നടത്തൂല. പിന്നെന്താ, വീട്ടുമുറ്റത്ത് വലിയ ഏക്കർ കണക്കിന് ഭൂമിയിൽ വലിയ പന്തലങ്ങിടുക. അപ്പൊ ആളുകൾക്കെല്ലാം വളരെ റാഹത്താണ്. ഈ അടുത്ത് നമ്മൾ അങ്ങനെയുള്ള കല്യാണങ്ങൾ സോഷ്യൽ മീഡിയയിലൂടെ കണ്ടുകൊണ്ടിരിക്കുന്നവരാണ്. ഇതൊക്കെ നടത്തുന്നതാരാണ്? ഏറ്റവും ഉത്തമ സമുദായമായി പ്രവാചകന് പരിചയപ്പെടുത്തിയ ഈ സമൂഹം. അള്ളാഹു നമ്മളെ കാക്കുമാറാവട്ടെ. എല്ലാ നിലയ്ക്കും ഉന്നതിയിലേക്ക് എത്തിയെന്ന് നമ്മൾ അവകാശപ്പെടുമ്പോൾ ആത്മീയതയുടെ വിഷയത്തിൽ വട്ടപൂജ്യമാണ്. ഇത്രയേറെ പ്രഭാഷണങ്ങൾ കേട്ടിട്ടും ഇത്രയേറെ വിഷയങ്ങൾ മനസ്സിലാക്കിയിട്ടും നമ്മളിൽ ഇന്നും പല ആളുകളും ഈ രീതിയിൽ ആത്മീയതയിൽ കുറവ് വന്നുപോയി. അള്ളാഹു നമ്മളെ കാക്കുമാറാവട്ടെ. അതെല്ലാ കാലഘട്ടത്തിലും ഉണ്ട്. നോക്കൂ നിങ്ങൾ, നൂഹ് നബി അലൈഹിസ്സലാമിന്റെ കാലഘട്ടത്തിൽ 5 ആളുകൾ, നല്ല ആളുകൾ ഉണ്ടായിരുന്നു. ഖുർആൻ അവരെ കുറിച്ച് പറയുന്നുണ്ട്. വദ്, സുവാഅ്, യഗൂസ്, യഊഖ്, നസ്ർ. ഈ 5 പേര് നല്ല മനുഷ്യന്മാരാണ്, സ്വാലിഹീങ്ങളായ ആളുകളാണ്. അഥവാ നാട്ടിൽ എന്തൊക്കെ നന്മകളുണ്ടോ ആ നന്മകളിലൊക്കെ അവരുടെ ഒരു കയ്യൊപ്പ് ചാർത്തിയിട്ടുണ്ടാകും.
ഏതെല്ലാം തിന്മകൾ തടഞ്ഞിട്ടുണ്ടോ ആ തിന്മകൾ തടയാൻ പിന്നിൽ പ്രവർത്തിച്ചവർ ഈ 5 ചെറുപ്പക്കാരായിരിക്കും. 5 ചെറുപ്പക്കാരെ കുറിച്ച് അള്ളാഹു ഖുർആനിൽ അവരെ കുറിച്ച് വ്യക്തമായി നമ്മളെ പഠിപ്പിച്ചു. അവരുടെ പേരാണ് സൂറത്തു നൂഹിൽ അള്ളാഹു എടുത്തു പറഞ്ഞത്. 5 ആളുകളുടെ പേരുകൾ. ആ 5 ആളുകൾ സാധാരണ മരണപ്പെടുന്ന പോലെ തന്നെ മരണപ്പെട്ടു കഴിഞ്ഞപ്പോ ആ സമൂഹത്തിലുള്ള ആളുകളിൽപ്പെട്ട ചില ആളുകൾ അവരുടെ ശരീരഭാഷ കണക്കാക്കിക്കൊണ്ട് നല്ല ഒരു രൂപത്തെ കൊത്തിയെടുത്ത് ഒരു ശില്പം കൊണ്ടുവന്നു ജനങ്ങൾക്ക് മുമ്പിൽ വെച്ചു കൊടുത്തു. ജനങ്ങൾ അതിനെ ആരാധിക്കാൻ തുടങ്ങി. പിന്നെ ആരാധനയായി. അള്ളാഹു നമ്മളെ കാക്കുമാറാവട്ടെ. ഈ സാലിഹീങ്ങളായ മനുഷ്യർ എല്ലാ സുഹൃതങ്ങൾക്കും പരിപൂർണമായി കയ്യൊപ്പ് ചാർത്തിക്കൊണ്ട് നിലകൊണ്ട ഈ മനുഷ്യർ, എല്ലാ തിന്മകൾക്ക് എതിരിൽ നിലകൊണ്ട ഈ മനുഷ്യർ, അവർ സാധാരണ രീതിയിൽ മരിച്ചു. അവർ മരണപ്പെട്ടു പോയപ്പോ അവരുടെ രൂപത്തിൽ ഒരു കൽ ശില്പമുണ്ടാക്കിയിട്ട് കൊണ്ടുവന്നുകൾ ആളുകൾ കൊണ്ടുവന്ന് അതിനെ ആരാധിക്കാൻ വേണ്ടി തുടങ്ങി. അതെവിടെയാ കൊണ്ടുവന്ന് വെച്ചെന്നറിയോ? കഅബയുടെ പരിസരത്താണ്. കഅബയുടെ പരിസരത്ത് കൊണ്ടുവന്ന് വെക്കാൻ. അപ്പൊ ആളുകൾ ഇങ്ങനെ ഇവരെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഇത് വലിയ വലിയതാകുന്ന ആളുകളാണെന്ന് മനസ്സിലാക്കിയിട്ട് ഇവരെ ആളുകൾ ഇങ്ങനെ വന്നു തൊടാൻ തുടങ്ങി. വഖാലൂ ലാ തദറുന്ന ആലിഹതകും വലാ തദറുന്ന വദ്ദൻ വലാ സുവാഅ വലാ യഗൂസ വയഊഖ വനസറാ. മനുഷ്യൻ്റെതാകുന്ന മനസ്സ് ഏത് നിലക്കാണ് പരിവർത്തപ്പെടുന്നത് ചിന്തിക്കണേ. ഏത് സമയത്താണ് കുഫിരിയത്തിലേക്ക് പോകുന്നത്? ഒരു സെക്കൻഡ് മതി ഹിദായത്ത് എന്ന വെളിച്ചത്തെ അല്ലാഹു അണച്ചു കളയാൻ. നൂറുൻ യഖ്ദിഫുഹുല്ലാഹു അലാ ഖൽബി മൻ യശാഉ. അല്ലാഹു ഉദ്ദേശിക്കുന്നവന്റെ ഹൃദയത്തിൽ കൊടുക്കുന്നതായ പ്രകാശത്തിന്റെ ഒരു ചെറിയ ശൂന്യമയാണ് ഈ ഹിദായത്ത്. ഇത് ഏത് നിമിഷം വേണമെങ്കിലും അണഞ്ഞു പോകാം. അണയാതിരിക്കാൻ സത്യവിശ്വാസികൾ പരിശ്രമിക്കൽ അനിവാര്യമാണ്. അവന്റെ ഹൃദയത്തിൽ എപ്പോൾ വേണമെങ്കിലും ചാഞ്ചല്യം ഉണ്ടാവാം. അത് നഷ്ടപ്പെട്ടു പോകാൻ ഏത് സെക്കൻഡിലും പറ്റുമേ. നോക്കൂ നിങ്ങൾ, ജനങ്ങളിൽ നന്മ ചെയ്തുകൊണ്ടിരുന്ന മനുഷ്യരുടെ കൽപ്രതിമ സൃഷ്ടിക്കപ്പെട്ടപ്പോ അവരെ കൊണ്ടുവന്ന ആളുകൾ അവരുടെ മുന്നിൽ കുമ്പിടുന്നു, അവരുടെ മുന്നിൽ സുജൂദ് കൊണ്ട് വർത്തിക്കുന്നു, അവരെ തൊട്ടുമുത്താൻ തുടങ്ങുന്നു. അവരെ ദൈവമായി പ്രഖ്യാപിച്ചു പിൽക്കാലത്തുള്ള ആളുകൾ. ഖുർആൻ ശക്തമായി ആ വിഷയത്തെ എതിർത്തുകൊണ്ട് നമ്മളെ പറയുന്നു. ഞാൻ പറയുന്നത് ഇത് മനുഷ്യന്റെ ഒരു പ്രകൃതമാണ്, സ്വഭാവമാണിത്. ഇഗാസ എന്ന് പറയുന്നതാകുന്ന മുൻഗാമികളിൽപ്പെട്ട ഒരു മനുഷ്യൻ, അദ്ദേഹം പരിശുദ്ധമായി ഇസ്ലാമിന്റെ ആദർശത്തിനെതിരെ ശക്തമായി നിലകൊണ്ട് അദ്ദേഹം പറഞ്ഞു ഇസ്ലാം വളരെ തെറ്റായ മതമാണ്. നോക്കൂ നിങ്ങൾ, ഒരു കല്ലിനെ ആരാധിക്കുകയാണ് നിങ്ങൾ. അദ്ദേഹം കുറ്റം പറയുന്നത് അങ്ങനെയാണ്. കഅബ എന്ന് പറയുന്നതാകുന്ന ആ കല്ലുകൊണ്ട് പടുക്കപ്പെട്ട കഅബാലയത്തെ അല്ലേ ആളുകൾ വന്ന് സുജൂദ് ചെയ്യുന്നത്? അദ്ദേഹത്തിന്റെ വാദമാണ്. നമ്മൾ അങ്ങനെ സുജൂദ് ചെയ്താലും ആരെയാണ് സുജൂദ് ചെയ്യുന്നത്? അള്ളാഹുവിനെയാണ്. അള്ളാഹു അതിനോട് സുജൂദ് കൊണ്ട് വർത്തിക്കാൻ പറഞ്ഞതിന്റെ പേരിൽ കഅബയിലേക്ക് നമ്മൾ തിരിഞ്ഞു നിൽക്കുന്നു, അങ്ങോട്ടേക്ക് സുജൂദ് ചെയ്യുന്നു. സുജൂദ് ആർക്കാണ്? അള്ളാഹുവിനാണ്. ഇതാണ് നമ്മുടെ വിശ്വാസം. അദ്ദേഹം പറഞ്ഞു, ഇഗാസ് എന്ന് പറഞ്ഞ മനുഷ്യൻ പറയുന്നു ഈ കഅബയ്ക്കുള്ളിൽ ഒന്നുമില്ല, ഈ കല്ലുകൊണ്ട് പടുക്കപ്പെട്ട കഅബയ്ക്കുള്ളിൽ ഒന്നുമില്ല എന്ന് ഞാൻ നിങ്ങൾക്ക് മനസ്സിലാക്കി തരാം എന്ന് പറഞ്ഞ് അദ്ദേഹം അക്കാലഘട്ടത്തിലെ നായില എന്ന് പറയുന്ന ഒരു വേശ്യാ പെണ്ണിനെയും വിളിച്ചുകൊണ്ട് കഅബയ്ക്കുള്ളിലേക്ക് കയറി. എന്തിനാണ്? ഞാൻ ഈ പെണ്ണുമായിട്ട് ഇതിനുള്ളിൽ കയറി വ്യഭിചരിക്കും, എനിക്കൊരു കുഴപ്പമുണ്ടാവൂല, ഞാൻ ഇറങ്ങി വരും. നിങ്ങൾ എല്ലാവരും കണ്ടോ? അങ്ങനെ ഇറങ്ങി വരുന്നത് ദൃഷ്ടാന്തം കാണാൻ ആയിരങ്ങൾ ഒരുമിച്ച് കൂടി. നായില എന്ന് പറയുന്ന ശാരീരികമാകുന്ന സൗന്ദര്യമുള്ള നല്ല വെളുത്തു തുടുത്തതാകുന്ന പെണ്ണുമായി അവളുടെ കൈക്ക് പിടിച്ച് പാട്ടും പാടി കഅബയുടെ ഉള്ളിലേക്ക് കാലെടുത്ത് വെച്ചതേയുള്ളൂ. എങ്ങനാണോ കടന്നത്, എങ്ങനാണോ അവളുടെ കയ്യിൽ പിടിച്ചത്, അതേ നിലയിൽ തന്നെ ഒരു കൽപ്രതിമയായി അല്ലാഹു സുബ്ഹാനഹു വ തആല സെക്കൻഡിനുള്ളിൽ അവരെ മാറ്റുകയാണ്. വലിയ ശിക്ഷ അവരിൽ ഇറങ്ങി. നോക്കണേ നിങ്ങൾ. അപ്പൊ ആ കാലഘട്ടത്തിലുള്ള സാലിഹീങ്ങളായ ആളുകൾ കഅബയുടെ പരിശുദ്ധിയെ ചോദ്യം ചെയ്തു വന്നതാകുന്ന ഇവൻ, യുക്തിവാദിയാകുന്ന ഇവന്റെ ശരീരം ഈ കോലത്തിലേക്ക് ദൃഷ്ടാന്തമായി അള്ളാഹു മാറ്റിയിട്ടുണ്ട് എന്നുള്ളത് ജനങ്ങൾ മനസ്സിലാക്കട്ടെ എന്ന് കരുതി കഅബയുടെ പരിസരത്ത് അത് കൊണ്ടുവന്ന് വെച്ചു. നഊദു ബില്ലാഹ്. കഅബ ഇങ്ങനെ ഹജറുൽ അസ്വദിന്റെ അവിടുന്ന് തവാഫ് തുടങ്ങി ആളുകൾ ഇങ്ങനെ വന്ന് കുറച്ചു ദിവസം കഴിഞ്ഞപ്പോൾ പിന്നെ ഈ കൽപ്രതിമയെ 2 ആളുകൾ വന്നിട്ട് തൊട്ടുമുത്താൻ തുടങ്ങി. ഏതാണ് ഈ കൽപ്രതിമ? അള്ളാഹു ഇല്ല എന്ന് വാദിക്കുകയും പരിശുദ്ധമായ കഅബയുടെ പരിശുദ്ധിയെ ഇകഴ്ത്തുകയും ചെയ്ത് ജീവിച്ച മനുഷ്യൻ.
അവസാനം ഇദ്ദേഹം കാബയ്ക്കുള്ളിൽ വ്യഭിചരിക്കാൻ വേണ്ടി ഒരു വേശ്യാ പെണ്ണുമായിട്ട് കാബയ്ക്കുള്ളിലേക്ക് കടന്നപ്പോ അതേ രീതിയിൽ തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല കോലം മറിച്ചു, കല്ലാക്കി മാറ്റി, ജനങ്ങൾക്ക് ദൃഷ്ടാന്തമാക്കി കൊടുത്തതാണ്. പക്ഷെ കാലത്തിൻ്റെതാകുന്ന ഗതിവിക്രങ്ങൾ കടന്നു വന്നപ്പോ, ഈ സംക്രമ ചക്രമങ്ങൾ കൃത്യമായി കറങ്ങി വന്നപ്പോൾ അത് കറക്റ്റായി എത്തിപ്പെട്ടത് അവസാന ജനങ്ങളുടെ ഹൃദയത്തിൽ ഇവർ ദൈവമായിട്ടാണ്. ഈ പ്രതിമയെ ആളുകൾ തവാഫിനിടയ്ക്ക് വന്ന് തൊട്ടുമുത്താൻ തുടങ്ങി. അങ്ങനെ വന്നപ്പോൾ അക്കാലഘട്ടത്തിൽ പണ്ഡിതന്മാർ ഈ കാബയെ അവിടെ നിന്ന് എടുത്തുകൊണ്ടുപോയി പരിശുദ്ധമായ സഫാ മർവ 2 കുന്നുകൾ നമുക്കറിയാം. അന്ന് സഫ വലിയ പർവ്വതമാണ്. ആ സഫാ മലയുടെ ഭാഗത്ത് കൊണ്ടുപോയി വെച്ചു, മുള്ളുവേലിക്ക് അപ്പുറത്ത് കൊണ്ടുവന്ന് വെച്ചു, മാറ്റിയിട്ടു. പിന്നെ അവിടെ വന്ന് സഫായ മർവക്കിടയിൽ സഈ ചെയ്യുന്ന ആളുകൾ ഈ സഫാ മലയിലെത്തിയിട്ട് ഈ മുള്ളുവേലിയെ പിടിച്ച് കുലുക്കാനും ഇതിന്റെ ഭാഗത്ത് വന്നിട്ട് തൊട്ടുമുത്താനും തുടങ്ങി. വീണ്ടും ആളുകൾ അവസാനം എന്ത് ചെയ്തെന്നറിയോ? അതിനെ പൊട്ടിച്ചു കളഞ്ഞു എന്നാണ്. ധൂളികളായിട്ട് പർവ്വതനിരകളിലേക്ക് പറത്തി വിട്ടു. അല്ല രക്ഷയില്ല. അല്ലെങ്കിൽ എപ്പോഴും ആളുകൾ ഇതിന്റെ പുറകെ പോവും. ഞാൻ പറയുന്നത് കാലം അങ്ങനെയാണ്. ഇതൊരിക്കലും മനുഷ്യൻ ഇതിൽ നിന്ന് മോചനമുണ്ടാവില്ല. ജനങ്ങൾക്കിടയിൽ എപ്പോഴും അശ്ലീല ചുവയുള്ളതാകുന്ന സംസാരങ്ങൾ നടത്തി ജനങ്ങളുടെ ഹൃദയത്തെ പിടിച്ച് കവർന്ന് അവരെ ആത്മീയ ചൂഷണം നടത്തിക്കൊണ്ട് അവരുള്ള സമ്പത്ത് കവർന്നെടുക്കുന്ന ആളുകൾ, ഞാൻ വലിയ ഷെയ്ഖാണെന്ന് ചമഞ്ഞുകൊണ്ട് നിലകൊള്ളുന്നവർ എന്നും ഉണ്ടാകും. പക്ഷേ ഞാൻ നിങ്ങൾക്ക് ഓർമ്മപ്പെടുത്തുന്നു, നമുക്കൊരു അസ്ലുണ്ടാകണം, അടിസ്ഥാനമുണ്ടാകണം, ഒരു ഉസ്താദിയത്തുണ്ടാകണം. നമ്മുടെ ഉസ്താദുമാർ അവർക്ക് പരമ്പരയുണ്ട്. ഇപ്പൊ ഞാനിവിടെ ചൂണ്ടിക്കാണിച്ച ബഹുനിരാകുന്ന എൻ്റെ ഷെയ്ഖുന മന്നപ്പറ്റ ഹംസ ഉസ്താദ്, അള്ളാഹു ഒരു കാഫിയത്തുള്ള ദീർഘായുസ്സ് നസീബാക്കട്ടെ. അവരുടെ ഉസ്താദ് നേരത്തെ ഇവിടെ ബാദ്ഷാ ഉസ്താദ് അടക്കമുള്ള ഉസ്താദുമാർ സൂചിപ്പിച്ചു, ഒന്നിരാകുന്ന ഓക്കെ ഉസ്താദ് അവറുകളാണ്. അള്ളാഹു എടുത്ത ദറജ ഉയർത്തുമാറാവട്ടെ. അവരുടെ ഉസ്താദുമാർ ആ പരമ്പര നേരെ ചെന്ന് നിൽക്കുന്നത് ഹബീബ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിലേക്കാണ്. കാരണം ഇന്നുള്ള സമസ്തയുടെയും ദക്ഷിണയുടെയും ഒക്കെയുള്ള എല്ലാ ആലിമീങ്ങളുടെയും ഗുരുവര്യനാണ് ഉസ്താദുൽ അസാതീദ് ബഹറുൽ ഉലൂം ഒക്കെ ഉസ്താദ് നവ്വറല്ലാഹു മർഖദ. അല്ലാഹു എടുത്ത ദറജ ഉയർത്തുമാറാവട്ടെ. അവരുടെ പൊരുത്തം നമ്മുടെ ഈ സദസ്സിൽ അല്ലാഹു നസീബാക്കട്ടെ. ഇതൊരു പരമ്പരയാണ്. പരമ്പരയില്ലാത്തവൻ ദീൻ പറഞ്ഞാൽ അത് ശരിയാവൂല. ആവശ്യമില്ലാത്തത് പറഞ്ഞാൽ ജനങ്ങളിലേക്ക് അത് ഏക്കൂല, ജനങ്ങളെ പിഴപ്പിക്കലാകും. അതുകൊണ്ട് നിങ്ങൾ ദീൻ പിടിക്കുമ്പോ ദീനുമായി ബന്ധമുള്ള ഇസ്ലാമിന്റെ ആദർശങ്ങളിൽ വെള്ളം ചേർക്കാത്തതാകുന്ന ആളുകളുടെ പിന്നിൽ നിങ്ങൾ അണിനിരക്കണം. അല്ലാഹു തൗഫീഖ് നസീബാക്കട്ടെ. ഞാൻ നമ്മുടെ റുഹൈ ബയാൻ മജ്‌ലിസിന്റെ കാര്യം ഉസ്താദുമായി സംസാരിച്ചപ്പോൾ ഉസ്താദ് എനിക്ക് നൽകിയതാണ് വിർദുൽ ലത്തീഫ് എന്നുള്ളതാകുന്ന ഔറാദ്. എന്നോട് പറഞ്ഞു, ഇതെനിക്ക് ബഹുനിരാകുന്ന ബഹറുൽ ഉലൂം ഓക്കെ ഉസ്താദ് അവർകൾ തന്നതാണ്, അത് നീ മുറുകെ പിടിച്ചോ, രാവിലത്തെ മജ്‌ലിസിൽ അത് കൊണ്ടുവരും. അങ്ങനെ കൊണ്ടുവന്നതാണ് നമ്മൾ വിർദുൽ ലത്തീഫ്. നമ്മുടെ റുഹൈ ബയാൻ മജ്‌ലിസിൽ മുടങ്ങാതെ ചെല്ലും. ഈ സദസ്സിലിരിക്കുന്ന പുരുഷന്മാരെക്കാൾ ഏറെ അത് കാണാതെ പഠിച്ചുകൊണ്ട് കൃത്യമായി ചൊല്ലുന്നവരാണ് നമ്മുടെ സഹോദരിമാർ. ഒരു ദിവസം പോലും മുടങ്ങൂല. ഞാനിനി 10 ദിവസം വന്നില്ല മജ്‌ലിസിലെങ്കിലും പഴയ മജ്‌ലിസിട്ട് ഓടിച്ചാൽ പോലും എല്ലാവർക്കും അറിയാം. എന്നാൽ പോലും ആ മജ്‌ലിസിലിരുന്നിട്ട് ഈ വിർദുൽ ലത്തീഫ് ഓതുന്നതാകുന്ന ധാരാളം സഹോദരിമാരുണ്ട്. അവരത് മുടങ്ങൂല. ഞാൻ ഉംറയ്ക്ക് പോയാലും ഈജിപ്തിൽ പോയാലും മറ്റേതെങ്കിലും രാജ്യത്തേക്ക് സഫർ ചെയ്താലും ഇതിന് പഴയതാണ് റെക്കോർഡ് ഇട്ടെന്ന് പറഞ്ഞാലും ആളുകൾക്കത് കൃത്യമായിട്ട് അവർക്കതറിയാം. അവരത് ചെല്ലാൻ തയ്യാറാണ്. കാരണം ഞങ്ങൾക്ക് ഈ വിർദുൽ ലത്തീഫ് മുടക്കാൻ പറ്റൂല എന്ന നിലയിലേക്ക് എല്ലാ സഹോദര സഹോദരിമാരും എത്തിപ്പെട്ടു. അള്ളാഹു കബൂലാക്കുമാറാവട്ടെ. അവരത് ഹിഫ്ള് ചെയ്തിരിക്കാൻ. പിന്നെ ചില ആളുകൾ പറയും ദിക്റിനേക്കാൾ വലുതല്ലേ ഖുർആനോത്ത്, അങ്ങനെ ചില ആളുകൾ പറയുന്നത്. എന്നോട് തന്നെ ഒരു ഉസ്താദ് ചോദിച്ചു. അപ്പം ഞാൻ പറഞ്ഞു, എൻ്റെ മജ്‌ലിസ് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഇല്ല. ഞാൻ പറഞ്ഞു, ഞങ്ങളുടെ മജ്‌ലിസ് തുടങ്ങുന്നത് ഫാത്തിഹ വിളിച്ചിട്ടാണ്, അത് ഖുർആനിൽ പെട്ടതാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പിന്നെ മുമ്പിന് വേണ്ടിയിട്ടില്ല. രണ്ടാമത് ഞങ്ങളുടെ മജ്‌ലിസ് തുടങ്ങുന്നത് യാസീൻ ഓതിയിട്ടാണ്. വിശുദ്ധമായ ഖുർആനിലെ ഖൽബുൽ ഖുർആൻ എന്ന് പ്രവാചകൻ വിശേഷിപ്പിച്ച സൂക്തമാണ് ഏത്? സൂറത്ത് യാസീൻ. യാസീൻ ഓതിയില്ല നമ്മൾ മജ്‌ലിസ് തുടങ്ങുക. ഒറ്റ ദിവസം പോലും യാസീൻ ഓതാതെ മജ്‌ലിസ് മുന്നോട്ട് പോയിട്ടില്ല. പിന്നെ വിർദുൽ ലത്തീഫിന് മഹത്വം ഇല്ലെന്നോ? അല്ലാഹ്, അതാരാ പറഞ്ഞത്? ഏറ്റവും ശ്രേഷ്ഠമായ അദ്കാറുകളെ കോർത്തിണക്കി പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജീവിതത്തിൽ കൊണ്ടുവന്നിരുന്ന അദ്കാറുകളുടെ സംക്ഷിപ്തമാണ് ഈ വിർദുൽ ലത്തീഫും ഹദ്ദാദ് റാത്തീബും ഒക്കെ. അതൊക്കെ കൃത്യമായി മുടങ്ങാതെ കൃത്യമായി കൊണ്ടുവരുന്നവർ ഈമാൻ പുൽകിയെ മരിക്കൂ. അല്ലാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ഈ വിർദുൽ ലത്തീഫ് എനിക്ക് നൽകിയിട്ട് ഉസ്താദ് പറഞ്ഞു, എനിക്ക് ഓക്കെ ഉസ്താദ് നൽകിയിട്ട് എന്നോട് പറഞ്ഞു, ബഹുനിരാകുന്ന കുഞ്ഞിപ്പോക്കർ ഉസ്താദ് അവറുകളെ ഷെയ്ഖ് ഖാദിരിയ തുരീഖത്തിന് വലിയ മശായിഖന്മാരിൽപ്പെട്ടവരാണ്. ചെറിയ മുണ്ടം കുഞ്ഞിപ്പോക്കർ വലിയുല്ലാഹി, അല്ലാഹു അടുത്ത ദറജ ഉയർത്തട്ടെ. ഓക്കെ ഉസ്താദിന്റെ മശായിഖന്മാരിൽപ്പെട്ടവരാണ്.
അദ്ദേഹം വഫാത്താകുന്ന സമയത്ത് അദ്ദേഹത്തിന്റെ ചാരത്തിരുന്നതാകുന്ന ഒരേ ഒരു ശിഷ്യൻ ഓക്കെ ഉസ്താദാണ്. മരിക്കുന്നതിന് തൊട്ടു മുമ്പ് ഖാദിമിങ്ങളെ കൊണ്ട് വിളിച്ചു വരുത്തി അടുക്കിലിരുത്തി. ഓക്കെ ഉസ്താദ് അവരുകളെ ഖാദിരിയ തരീഖത്തിന്റെ വലിയ ഷെയ്ഖാൻ. അപ്പൊ അദ്ദേഹത്തിന്റെ അടുക്കൽ നീ സിയാറത്തിന് പോകണം. അപ്പൊ ഞാനന്ന് മലബാറിൽ പോയതുണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞു ഇന്ന് തന്നെ പോയിക്കോളാന്ന് പറഞ്ഞ അന്ന് തന്നെ ഉസ്താദിന് അനുവാദം വാങ്ങി ചെറിയ മുണ്ടോ കുരിപ്പോക്കർ വലിയുല്ലാഹി ഖദസല്ലാഹു സിറഹുൽ അസീസ് മഹാനുഭാവന്റെ അടുക്കൽ പോയി സിയാറത്ത് ചെയ്തു. അബൂ ഉസ്താദ് പറഞ്ഞു ഈ വിർദുൽ ലത്തീഫ് എനിക്ക് നൽകി, ഈ ഖാദിരിയ തുരീഖത്തിന്റെ ഔറാദുകൾ നൽകിയിട്ട് എനിക്കും ഇതേപോലെ പോകാൻ ഉസ്താദ് അവറുകൾ നിർദ്ദേശിച്ചിരുന്നു. അൽഹംദുലില്ലാ അവിടെ എത്താനുള്ള അവസരം അള്ളാഹു നിനക്ക് നൽകിയല്ലോ, അത് വലിയ തൗഫീഖാണ്. അവിടെ ഇടയ്ക്കിടയ്ക്ക് പോകണം, അവരെ മുറുകെ പിടിക്കണമെന്ന് ഉസ്താദ് അവറുകൾ സീത്തു. പിന്നെയും പല പ്രാവശ്യവും പോകാൻ തൗഫീഖ് കിട്ടി. ആ മഹല്ലത്തിന്റെ പരിസരത്ത് തന്നെ പല പ്രാവശ്യവും വാതിൽ പോകാനും അള്ളാഹു തൗഫീഖ് നൽകി. അള്ളാഹു കബൂൽ ചെയ്ത് അനുഗ്രഹിക്കട്ടെ. ഞാൻ പറഞ്ഞു വന്നത് ഇതൊക്കെ ഒരു പരമ്പരയാണ്. ഉസ്താദുമാരുടെ ഗുരുത്വവും പൊരുത്തമാണ് ഏറ്റവും വലുത്. നിങ്ങൾ ചില ആളുകൾ ചിലപ്പോൾ ഇങ്ങനെ കരുതിയിട്ടുണ്ടാവും, ഇന്ന് ഇച്ചിരി വൈകിയല്ലോ എന്ന് കരുതുന്നുണ്ടാകും. ഇത് തന്നെയാണ് നമ്മുടെ ഏറ്റവും വലിയ വിജയം, ഈ ഉസ്താദുമാരുടെ പൊരുത്തം. കാരണം അദ്ദേഹത്തിൻ്റെ മനസ്സ് നിറഞ്ഞിട്ടിന്ന് പോവാണ്. ഉസ്താദിനെ കുറിച്ച് പലർക്കും അറിയില്ല. കാരണം പരിപൂർണമായി ഇൽമിൻ്റെ വഴിത്താരയിൽ ജീവിച്ച വ്യക്തിത്വമാണ്. 50 വർഷം തികഞ്ഞു, ആയിരക്കണക്കിന് ശിഷ്യഗണങ്ങളുള്ള വ്യക്തി ഇൽമിൻ്റെ മേഖലയിൽ, തദ്രീസിൻ്റെ മേഖലയിൽ ഇൽമ പഠിപ്പിക്കാൻ. രാവിലെ എഴുന്നേൽക്കും, 3-3:30 സമയമാകുമ്പോൾ എഴുന്നേൽച്ചിട്ട് എന്ത് ചെയ്യുക? ഖുർആൻ ഓത്താണ്.